റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷം. റബ്ബർ മേഖലയെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രമേയ അവതാരകനായ മോൻസ് ജോസഫ് കുറ്റപ്പെടുത്തി. റബ്ബർ കർഷകരോടൊപ്പമാണ് സർക്കാരെന്നും തീരുവയില്ലാത്ത റബ്ബർ ഇറക്കുമതിയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് റബ്ബർ മേഖല നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ് വിഷയം നിയമസഭയിൽ മോൻസ് ജോസഫ് ഉന്നയിച്ചത്. കർഷകരുടെ പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. റബ്ബർ മേഖലയെ തകർക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നായിരുന്നു മോൻസ് ജോസഫിന്റെ കുറ്റപ്പെടുത്തൽ. കേന്ദ്ര സഹായത്തിന് കാത്തുനിൽക്കാതെ സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ റബ്ബർ കാർഷിക മേഖലയുടെ തകർച്ചയും ഒരു മുഖ്യ കാരണമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സാർ, ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന സമീപനങ്ങൾ ഇപ്പോൾ ലോക വ്യാപാര കരാറിൽ അംഗമായതിനെ തുടർന്ന് സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി അനിയന്ത്രിതമായി നടത്താൻ കഴിയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടാണ് റബ്ബർ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും വലിയ തകർച്ചയ്ക്കിടയാക്കിയിട്ടുള്ളത്. ഈ ഇറക്കുമതി നയം എല്ലാ കാലഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ കേരളത്തിന്റെ റബ്ബർ കാർഷിക മേഖല തകർച്ചയിലേക്ക് പോകും. റബ്ബർ കർഷകരോട് സർക്കാരിന് അനുകൂല നിലപാടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് മറുപടി നൽകി. റബ്ബർ പാർക്ക് ഉൾപ്പെടെയുള്ളവ യാഥാർത്ഥ്യമാവുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 30,000 ഹെക്ടർ റബ്ബർ പ്ലാന്റേഷന് വേണ്ടി 225 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ തന്നെ അങ്ങ് പറഞ്ഞ റബ്ബർ ബോർഡുമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് ചർച്ചകൾ നടത്തി. ഇപ്പൊ റബ്ബർ പാർക്ക് സ്ഥാപിക്കുന്നതിന് ആവശ്യമായുള്ള DPR പ്രിപ്പയർ ചെയ്ത് നൽകിയിരിക്കുന്നത് ഈ റബ്ബർ ബോർഡാണ്. അപ്പോഴും റബ്ബർ ബോർഡ് കേരളത്തിലെ റബ്ബർ കൃഷിയോട് കാണിക്കുന്ന, കർഷകരോട് കാണിക്കുന്ന ഒരു നിഷേധാത്മകമായ സമീപനമുണ്ട്. അങ്ങ് പറഞ്ഞ അക്കാര്യത്തിൽ പൂർണ്ണമായി യോജിക്കുകയാണ്. പക്ഷെ എന്നാൽ സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചർച്ചകൾ നടത്തുന്നില്ല, അവരുമായി ഒരു ആലോചന നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇതിന് DPR പോലും തയ്യാറാക്കി നൽകിയിരിക്കുന്നത് ഈ തരത്തിൽ കേരള റബ്ബർ ബോർഡിനെ കൊണ്ട് തയ്യാറാക്കിയിട്ടാണ് നിൽക്കുന്നില്ല. കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ പിന്തുണ നൽകിയ റബ്ബർ കർഷകർ ഇന്ന് എക്കാലത്തെയും വലിയ പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കാര്യത്തിൽ ഒന്നാം പ്രതി കേന്ദ്ര സർക്കാർ ആണെങ്കിലും സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാനാകില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ ഒരു സമ്പദ്ഘടനയിൽ വലിയ നിർണായകമായ പങ്കുവഹിക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയാണ് റബ്ബർ കൃഷി കേരളത്തിൽ നടക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സമ്പദ്ഘടനയ്ക്ക് കാർഷിക മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ പിന്തുണയും ഈ റബ്ബർ കർഷകരുടെ ഭാഗത്തു നിന്നായിരുന്നു. കൃഷിമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.